വെൽക്കം ബാക്ക്. 2 ദിവസം മുന്നേ ഞങ്ങൾ എടപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. എല്ലാ വർഷവും എടപ്പള്ളിയിലെ ക്രിസ്മസ് ടൈമിൽ പോകുന്നതാണ്. പക്ഷേ ഈ കൊല്ലം കുറച്ച് വ്യത്യസ്തമായിരുന്നു കേട്ടോ, അവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ടുണ്ട്, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്തു. ഇങ്ങനെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ ക്രിസ്മസിൻ്റെ നോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, സാന്റ, റെയിൻഡിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മുൻ വർഷത്തിൽ ഇങ്ങനെയുള്ള ഇത് കണ്ടിട്ടില്ല. പിന്നെ ഇതേപോലെ ലൈറ്റ് എല്ലാ വർഷവും ഇടുന്നതാണ്. അത് ഈ വർഷവും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് എപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. അതേപോലെ ക്രിബ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, പുൽക്കൂട് മത്സരമുണ്ട്. പഴയ പള്ളിയുടെ 2 സൈഡിലും ഫുള്ള് ആ ഗേറ്റ് തുടങ്ങി പള്ളി എത്തണ വരെയുള്ള 2 സൈഡിലും പുൽക്കൂടിൻ്റെ മത്സരം നടന്ന പുൽക്കൂടുകൾ ഉണ്ട് കേട്ടോ. അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഓരോ പുൽക്കൂടും വ്യത്യസ്തമായിട്ട് ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് ചിലവർ മരുഭൂമിയിൽ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, മരുഭൂമി എങ്ങനെ ഇരിക്കണോ അതേപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇമാജിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലവർ തണുപ്പുള്ള സ്ഥലത്താണ് ഈശോ ജനിച്ചത്, അപ്പോൾ മഞ്ഞ് അങ്ങനെയുള്ള മനസ്സിൽ അങ്ങനെ ഭാവന ചെയ്തിട്ട് ഉണ്ടാക്കിയവരുണ്ട് കേട്ടോ. അപ്പോൾ പലവരുടെ പുൽക്കൂട് വ്യത്യസ്തമാണ്. എല്ലാ പുൽക്കൂടും തന്നെ വളരെ സമയമെടുത്ത് വളരെ ക്ഷമയോടുകൂടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മേഘം, മഞ്ഞ്, തണുപ്പ് അങ്ങനെ തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു പുൽക്കൂട്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഒന്ന് കാണുമ്പോൾ ഇതാ ഭംഗിയെന്ന് തോന്നും, അടുത്തതിലേക്ക് പോകുമ്പോൾ അത് അതിനേക്കാളും ഭംഗി. അങ്ങനെ ഒരു എണ്ണിയിൽ എത്ര എണ്ണം ഉണ്ടെന്ന്, എന്തായാലും ഒരു 15-20 എണ്ണം ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, ഈ നമ്മൾ ഇത്ര നേരം കണ്ട ഒറ്റ പുൽക്കൂട്ടും പ്രൈസ് കിട്ടിയിട്ടില്ല കേട്ടോ. ആകെ 3 പ്രൈസുള്ളൂ. ഈ പുൽക്കൂട്ടുകൾക്കൊന്നും പ്രൈസ് കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാം മനോഹരമായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് എല്ലാം. രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഇട്ടപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കൂടിയിട്ടാണ്. ഇതിനൊക്കെ ഒരു ഈ പുൽക്കൂടിനൊക്കെ ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് വന്നപ്പോഴാണ്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇത് മറ്റൊരു പുൽക്കൂട്, ഇതിനൊരു പ്രൈസ് ഉണ്ട്, 3rd പ്രൈസാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ പുൽക്കൂടിന് എനിക്കത്ര ഉറപ്പില്ല, എങ്കിലും 3rd പ്രൈസ് എന്ന് കണ്ടതുപോലെയാണ് തോന്നിയത്. ഓക്കെ, നമ്മൾ ഒരു വശത്തെ പുൽക്കൂട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു സൈഡ്, പള്ളിയുടെ ഒരു സൈഡിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അടുത്ത സൈഡിലേക്ക് പോയില്ല, തിരക്കുണ്ടായിരുന്നു. പിന്നെ രാത്രി കുറേ ആയതുകൊണ്ട് പിള്ളേർക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു സൈഡ് മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കണ്ടത് ഇതാണ് കേട്ടോ, സ്പെഷ്യലായിട്ട് കണ്ടത് ഒരു ചെറിയൊരു റൗണ്ടിലുള്ളൊരു ക്രിസ്മസിനെ സാന്റയും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു വീടും അതിൻ്റെ ചുറ്റിനും ട്രെയിൻ ഓടുന്നതുമായിട്ടുള്ളൊരു സംഭവം. ഇതിന് മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാനും തിരക്കുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു എന്തായാലും. ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെ. ഇത് പള്ളിയിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ഈ സംഭവം ഉള്ളത്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അടുത്ത ദിവസം ഞാൻ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.